കോഴിക്കോട് ICU പീഡന കേസിൽ നീതി തേടിയുള്ള അതിജീവിതയുടെ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കമ്മീഷൻ ഓഫീസിന് മുൻപിൽ നടക്കുന്ന അനിശ്ചിതകാല സമരം 3 ദിവസം പിന്നിട്ടിട്ടും യാതൊരുവിധ ചലനവും അധികാര വർഗ്ഗങ്ങൾക്കില്ല. നീതി ലഭിക്കും വരെ പോരാട്ടം തുടരാണ് അതിജീവിതയുടെ തീരുമാനം. ഗോകുലെ ഇതാദ്യമായല്ല അതിജീവിത ഈ വിഷയം ഉന്നയിച്ചു തുടങ്ങിയപ്പോൾ മുതൽ തന്നെ എവിടെയൊക്കെയോ ചില ഇടപെടലുകൾ ഉണ്ടായിരുന്നു. കുറ്റക്കാരെ സഹായിക്കുന്ന തരത്തിലേക്ക് പല ഇടപെടലുകൾ പല കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായിരുന്നു. അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയ നിലപാടെടുത്ത ആളുകൾക്കെതിരെ പകവീട്ടൽ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ട്. അതൊക്കെ കോടതി കയറി ഇറങ്ങുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരിക്കൽ പോലും ഈ കേസിൻ്റെ തുടക്കം മുതൽ ഒരിക്കൽ പോലും അതിജീവിതയ്ക്ക് നീതി നൽകുന്ന ഇടപെടലുകളൊന്നും ഒരു കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പ്രത്യക്ഷ സമരം 3 ദിവസം പിന്നിടുമ്പോഴും ഒരാളും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല അല്ലേ? ഉമേഷ്, നമ്മൾ എവിടെയും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു ICU പീഡന കേസിൽ. 2023 മാർച്ച് 18-നായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സർജറി റൂമിൽ വെച്ച് അവിടെ ചികിത്സക്കായി വന്നിട്ടുള്ള ഒരു യുവതി പീഡനത്തിന് ഇരയാവുന്നത്. അന്നുവരെ നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത രീതിയിൽ നാടിനെയാകെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പീഡനം നടന്നിട്ട് 1.5 വർഷത്തിന് ശേഷവും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കാനോ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിലെ അതിജീവിതയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ സമരങ്ങൾ നടത്തേണ്ടി വരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെ പലതവണ കാണേണ്ടി വരുന്നു. പലപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ പോലും അവർക്ക് എത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ KV പ്രീത എന്ന് പറയുന്ന ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു ഈ അതിജീവിതയുടെ മൊഴിയെടുത്തത്. അതായത് ICUയിൽ പീഡനത്തിനിരയായി എന്നതുമായി ബന്ധപ്പെട്ട പരാതിയിൽ ഈ അതിജീവിതയുടെ പരാതി എടുത്തത് KV പ്രീത എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. എന്നാൽ ഈ ഗൈനക്കോളജിസ്റ്റ് താൻ പറഞ്ഞ മൊഴി, തൻ്റെ പരാതി, തൻ്റെ കാര്യങ്ങൾ മുഴുവൻ ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിജീവിത രംഗത്ത് വരികയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ KV പ്രീതിക്കെതിരെ അന്നത്തെ ACP ആയിട്ടുള്ള K സുദർശൻ ഒരു അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണം നടത്തിയതിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതിജീവിത പലതവണ കമ്മീഷണർക്ക് മുന്നിൽ വരുന്നത്, പല ആളുകൾക്ക് മുമ്പിൽ പരാതി കൊടുക്കുന്നത്. ആ റിപ്പോർട്ട് ഇതുവരെ അതിജീവിതയ്ക്ക് നൽകാൻ തയ്യാറായിട്ടില്ല എന്നാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പരാതി. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിജീവിത ഇപ്പോൾ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം നടത്തുന്നത്. ഈ ACP സുദർശൻ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ ഈ പോലീസിനെതിരെ കൂടുതൽ KV പ്രീതയ്ക്കെതിരെ ഗൈനക്കോളജിസ്റ്റിനെതിരെ ആരോപണങ്ങളില്ല എന്നും കുറ്റക്കാരിയല്ല എന്നും തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് തനിക്ക് ഈ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമല്ലേ തുടർ നടപടികൾ സ്വീകരിക്കാനാവൂ എന്നാണ് അതിജീവിത ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ ചോദ്യവും ന്യായമുള്ളത് തന്നെയാണ്. ഈ റിപ്പോർട്ടിൽ എന്താണ് പരാമർശമുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഇവർക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കൂ. മാത്രമല്ല അതിലും ഗൗരവമുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ താൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഈ ഡോക്ടർ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന ഗൗരവമായിട്ടുള്ള ഒരു ആരോപണമാണ് അതിജീവിത മുന്നോട്ടേക്ക് പോകുന്നത്. ഇത് കേൾക്കാൻ കമ്മീഷണർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 4 ദിവസം മുമ്പ് കമ്മീഷണറെ കാണാൻ വേണ്ടി അതിജീവിതയ്ക്ക് വേണ്ടി സമരരംഗത്തുള്ള സമരസമിതിയും കമ്മീഷണർ ഓഫീസിന് മുമ്പിൽ നേരിട്ടെത്തിയപ്പോൾ പോലീസ് തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് ഈ കമ്മീഷണർ ഓഫീസിന് മുന്നിലേക്ക് അതിജീവിതയുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ സമരം 3-ാം ദിവസത്തിലേക്ക് പിന്നിട്ട സമയത്ത് ഇവർക്ക് ചില ദേഹാസ്വാസ്ഥ്യങ്ങൾ സംഭവിക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നാണ് അതിജീവിത ഇപ്പോൾ വ്യക്തമാക്കുന്നത്. തനിക്ക് ഈ റിപ്പോർട്ട് കിട്ടുന്നത്രയും നാൾ താൻ ഈ സമരം തുടരും എന്നാണ് പറയുന്നത്. ഈ സാഹചര്യത്തിൽ കൂട്ടിച്ചേർക്കേണ്ട അല്ലെങ്കിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ റിപ്പോർട്ടിനായിട്ട് വിവരാവകാശ നിയമപ്രകാരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അപേക്ഷ നൽകിയിട്ടും 3 മാസം പിന്നിട്ടു. അതായത് വിവരാവകാശ പ്രകാരം ഈ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഈ അതിജീവിത അപേക്ഷ നൽകിയിട്ട് 3 മാസം പിന്നിടുകയാണ്. ഈ 3 മാസം പിന്നിട്ടിട്ട് പോലും ഇവർക്ക് ഇതിൻ്റെ പകർപ്പ് ലഭിക്കാത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം നടത്തുന്നതുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ തന്നെ തടഞ്ഞതുമൊക്കെ ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കുമൊക്കെ അതിജീവിത പരാതി നൽകാൻ പോവുകയാണെന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ രീതിയിലാണ് സമരം മുന്നോട്ടേക്ക് പോകുന്നത്. മിനിയാന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഞായറാഴ്ച അതിജീവിത സമരം ചെയ്തിരുന്നില്ല. കേരളം ആരോഗ്യ മേഖലയിലാണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്പർ 1 ആണ്. ഇത് കേരളമാണ് എന്നൊക്കെ വമ്പ് പറയുന്ന സഖാക്കൾ തന്നെ ഭരിക്കുന്ന ഒരു സംസ്ഥാനം. അവിടെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിലെ ഒരു ICUവിൽ പോലും ഒരു സ്ത്രീക്ക് സുരക്ഷിതമായ ഇടമല്ല, ചികിത്സ തേടി എത്തുമ്പോൾ പോലും സുരക്ഷിതമല്ല താൻ അവിടെ എന്നൊക്കെ പറയുമ്പോൾ അത് ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. പിന്നീട് വലിയ നടപടികളൊക്കെ ഉണ്ടാകുമെന്ന വമ്പുപറച്ചിലൊക്കെ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിരുന്നാൽ ഇപ്പോഴും ആരാണോ ഇരയാക്കപ്പെട്ടത് അവർ ആവശ്യപ്പെടുന്ന നീതി അല്ലെങ്കിൽ അവർക്ക് നിയമം അനുസരിക്കുന്ന നിയമപ്രകാരം നൽകേണ്ട നീതി പോലും ലഭിക്കുന്നില്ല. മാത്രമല്ല അത് ലഭിക്കാൻ വേണ്ടി പ്രത്യക്ഷത്തിൽ ഒരു പീഡനക്കേസിൽ ഇരയായ അതിജീവിത കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ സമരം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ അങ്ങനെ മാറിമറിയണം. അപ്പോൾ എവിടെയാണ് ഈ ഇടപെടലുകളൊക്കെ ഉണ്ടാകുന്നത്?
അതെ, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവർക്ക് ഒരു സ്ഥലത്തേക്കും ഉന്നത തലത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആശുപത്രിയിലെ അറ്റൻഡർക്കെതിരെയാണ് അതിജീവിത ഇത്തരത്തിൽ ഒരു ഗുരുതരമായ ആരോപണവും അല്ലെങ്കിൽ പരാതിയും നൽകിയിട്ടുള്ളത്. അവരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള അവരെ സംരക്ഷിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അറ്റൻഡറെ സംരക്ഷിക്കാൻ അതിജീവിതയുടെ മൊഴി പോലും പൂർണ്ണമായി രേഖപ്പെടുത്താതെ രേഖപ്പെടുത്താൻ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള KV പ്രീത തയ്യാറാകാതെ വരുന്നു. ഇത് താഴെ തലം തൊട്ട് മുകളിൽ വരെയുള്ള ആളുകളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ട് അതിജീവിതയുടെ പരാതിയിൽ വിശദീകരണം തേടുകയും കേസെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കേസെടുക്കുന്നതിനപ്പുറത്തേക്ക് നടപടികൾ മുന്നോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾക്കെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ, സാധാരണപ്പെട്ട ജനങ്ങളുടെ നേതൃത്വത്തിൽ, പൗരാവകാശ സമിതിയുടെ നേതൃത്വത്തിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിജീവിതയുടെ സമരപന്തൽ സന്ദർശിക്കാൻ ആളുകൾ തയ്യാറാവുന്നുണ്ട്. ഇവർക്ക് ഐക്യദാർഢ്യവുമായിട്ട് ആളുകൾ രംഗത്തേക്ക് വരുന്നുണ്ട്. എന്നാലും ഇതിനെയൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന സമീപനവുമായിട്ടാണ് സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 1.5 വർഷമാവുന്നു ഇത്തരത്തിൽ ആശുപത്രിയുടെ ICUവിനകത്ത് ഒരു യുവതി പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെന്നല്ല, രാജ്യത്തെ ലോകത്തെവിടെയും കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സംഭവമാണത്. എല്ലാവരും ഞെട്ടലോട് കൂടിയിട്ട് കേട്ടിട്ടുള്ള ഒരു സംഭവമാണത്. അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ എങ്ങും എത്താത്ത സാഹചര്യത്തിൽ എന്താണ് സംസ്ഥാനത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ അല്ലെങ്കിൽ ഭരണവകുപ്പ് ചെയ്യുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരുന്നുണ്ട്. കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ഇപ്പോൾ ഗേറ്റിന് പുറത്താണ് സമരം നടത്തുന്നത്. ഇനിയും ഈ രീതിയിലുള്ള സമരം മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഓഫീസിന് മുന്നിൽ കുടിൽ കെട്ടി സമരം ചെയ്യാൻ തയ്യാറാകുമെന്നാണ് അതിജീവിത പറയുന്നത്. ഇതിനെ നമ്മൾ നോക്കിക്കാണേണ്ടത് ഇവരുടെ ഈ ഒരു സമര ആവേശത്തെ അല്ലെങ്കിൽ എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു യുവതിയുടെ കരുത്തിനെ അങ്ങനെയല്ല നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇതിനെ കാണേണ്ടത് അവരുടെ ഗതികേടായിട്ട് വേണം നമ്മൾ അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. കാരണം പലതവണ പരാതി നൽകുന്നു, പരാതികൾക്ക് ഒരു പ്രതികരണം ഉണ്ടാവുന്നില്ല. പിന്നീട് അവർക്ക് കമ്മീഷണറെ കാണാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു. അവർക്ക് അടുത്ത ഘട്ടത്തിൽ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം നടത്തേണ്ടി വരുന്നു. തുടർന്ന് അവർ കുടിൽക്കെട്ടി സമരം നടത്തുമെന്ന് പറയാൻ തയ്യാറാവുന്നു. എന്ത് സംഭവിച്ചാലും സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്കൊക്കെ അവർ വരുമ്പോൾ അവരുടെ സമരാവകാശത്തെയോ അല്ലെങ്കിൽ കരുത്തിനെയോ എടുത്തു പറയേണ്ടതിനപ്പുറത്തേക്ക് ആ ഒരു യുവതിയുടെ അതിജീവിതയുടെ അവർ അനുഭവിക്കുന്ന ഗതികേടിനെയാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്. സംസ്ഥാന സർക്കാരിന് നേരെയുള്ള അവരുടെ മാത്രം ഗതികേടല്ല, നമ്മുടെ കേരളത്തിന് മുഴുവൻ നാണക്കേടാണ്. ICU പോലെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ പോലും ഒരു പെൺകുട്ടിക്ക് കേരളം സുരക്ഷിതമല്ല എന്നൊക്കെ പറയുമ്പോൾ അത് അവരുടെ മാത്രം ഗതികേടല്ല, മുഴുവൻ കേരളവും ചിന്തിക്കേണ്ട ഒരു ഗതികേട് തന്നെയാണത്. ഒടുവിൽ തനിക്ക് ഈ ദുരവസ്ഥ ഉണ്ടാക്കിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യക്ഷ സമരപരിപാടികളുമായി അതിജീവിതം തന്നെ രംഗത്ത് വരണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം അവരനുഭവിക്കുന്ന മാനസികാവസ്ഥ, അപ്പോൾ എത്രത്തോളം ദുർബലമായി കഴിഞ്ഞിട്ടുണ്ട് ഇത്തരം വിഷയങ്ങൾക്കെതിരെ സ്വീകരിക്കുന്ന നടപടികളെന്നൊക്കെ ഈ സമയത്ത് ഓർക്കേണ്ടിയിരിക്കുന്നു. വളരെ നന്ദി ഗൂഗിൾ വിശദമായ റിപ്പോർട്ട് പങ്കുവച്ചതിന്.